വെൽക്കം ടു Mathew's കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കെല്ലാം ഉണ്ടാക്കുന്ന നല്ലൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. കൂടെ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. കുറച്ച് കാലറി മാത്രമേ ഉള്ളൂ. നല്ല പ്രോട്ടീനും കാൽസ്യവും നിറയുള്ള ഒരു സാൻഡ്വിച്ചാണ്. കണ്ടാലും നല്ലൊരു സുന്ദര കുട്ടപ്പൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് വേണ്ടി ഞാനൊരു 3 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. 3 മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് 2 മുട്ടയും ഒരു 2-3 മുട്ടയുടെ വെള്ളയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ചീസും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൂട്ടിയല്ലേ കഴിക്കുന്നത്. അപ്പോൾ കൂടി പോയാൽ ടേസ്റ്റ് കുറയും. ഉപ്പ് ഇച്ചിരി കുറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അതറിയത്തില്ല. കുരുമുളക് പൊടി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കാം. ഒരു 3-4 സെക്കൻഡ് ഇടുന്ന അടിയിലോട്ടൊന്ന് ഇച്ചിരി പോയി പിടിക്കുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് മുക്കിയിട്ട് മറിച്ച് വെക്കാം. ഒരു മിനിറ്റ് ഞാനൊന്ന് മൂടി വെച്ചിരുന്നു. നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ട് ഈ അകടി ഒന്ന് കുക്ക് ചെയ്യുന്നവരെ ഇച്ചിരി ഒരു 3-4 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇവിടെ വെക്കാം. ടൊമാറ്റോ ഞാൻ വേറെയാണ് വെക്കുന്നത്. ഓലിവ്സ്, ഞാൻ ഒരു സൈഡിൽ ഇച്ചിരി ഹോം മെയ്ഡ് ഗാവ ജാം, പേരക്ക ജാം ചേർക്കുക. ഇതിവിടെ ഉണ്ടാക്കിയതാണ്. എന്തെങ്കിലും ഒരു ജാം കുറച്ച് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. അയ്യോ ജാം എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇതില്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര പൊടിയായിട്ടുള്ള ചേർത്താൽ മതി. പക്ഷേ ഇത് സാൻഡ്വിച്ചിന് നല്ലൊരു ടേസ്റ്റ് തരും. മയണീസ്, ചീസ്, ഒരു സ്വല്പം കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് മേലെ ചേർക്കാം. കുറച്ച് ബട്ടർ ഞാൻ സ്പ്രേ ചെയ്യുവാണേ. നമ്മുടെ സാൻഡ്വിച്ച് അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും. അപ്പം നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അത് നോക്കൂ, എന്ത് രസമാണ് കാണാൻ. അതുപോലെ നല്ല ഈസി, ഒരു 5 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രം കഴിച്ചാൽ മതി. കാരണം നമ്മൾ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൂടുതലാണ് കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.